വൈഭവ് കുമാറിനെതിരെ സ്വാതി മാലിവാൾ നൽകിയ പരാതിയിൽ എഫ്ഐആറിലെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസിന്. കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് വൈഭവ് കുമാർ പ്രകോപനമില്ലാതെ മർദ്ദിച്ചു എന്ന് സ്വാതി. മുഖത്ത് പലതവണ അടിച്ചു, നെഞ്ചിലും അടിവയറ്റിലും ചവിട്ടിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി അർജുനുണ്ട്. അർജുൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എപിയുടെ രാജ്യസഭാ MP പരാതിയിൽ എന്തൊക്കെ ഗുരുതര കാര്യങ്ങൾ പറയുന്നുണ്ട്? പ്രജീഷ്, വളരെ ക്രൂരമായി തന്നെ മർദ്ദിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് FIRൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും മുഖത്ത് 7 തവണ അടിച്ചു, അതുപോലെ തന്നെ നെഞ്ചിലും ഇടുപ്പിലും അടിവയറ്റിലും പലതവണ ചവിട്ടി. നിർത്താൻ വേണ്ടി പറഞ്ഞെങ്കിലും തുടരെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് സ്വാതി മാലിവാൾ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അവർ നേരിട്ട് ജഡ്ജിക്ക് മുൻപാകെ എത്തി സെക്ഷൻ 164 പ്രകാരം ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കേസെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം രൂപീകരിച്ച് ഈ സംഭവത്തിൽ ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ വൈഭവ് കുമാർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനൊപ്പം പ്രചാരണത്തിൽ തുടരുന്നത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കാരണം ആം ആദ്മി പാർട്ടി തന്നെ അംഗീകരിച്ചതാണ് വൈഭവിൻ്റെ ഭാഗത്തു നിന്നും തെറ്റ് സംഭവിച്ചു എന്നുള്ള കാര്യം. അദ്ദേഹത്തിന് എതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടും ഇത്രയും 2-3 ദിവസം കഴിഞ്ഞു, പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ആ ഒരു വേളയിൽ കൂടിയാണ് വലിയ രീതിയിലുള്ള വിവാദം ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നതും. പോലീസ് നേരിട്ട് സ്വാതിയുടെ വസതിയിലെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും അതിനുശേഷം FIR രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവത്തിൽ ചെറിയൊരു വീഡിയോ ദൃശ്യം കൂടി പുറത്തു വന്നു. അത് ഈ ആം ആദ്മി പ്രവർത്തകർ തന്നെയാണ് പുറത്തുവിട്ടത്. ആ വീഡിയോയിൽ ഈ കെജ്രിവാളിൻ്റെ വസതിക്കകത്ത് സ്വാതി മാലിവാൾ ഇരിക്കുന്നതും ഈ മർദ്ദനത്തിന് ശേഷമുള്ള സംഭവങ്ങളാണ്. പോലീസ് വരട്ടെ എന്നുള്ള കാര്യം അവിടുത്തെ സുരക്ഷാ ജീവനക്കാരോടെല്ലാം തന്നെ പറയുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം അപ്ലോഡ് ചെയ്തവർ തന്നെ ആ ഒരു വീഡിയോ എല്ലാം പിൻവലിക്കുകയും ചെയ്തു. ഈ ഒരു വിഷയത്തോട് ബന്ധിപ്പിച്ച് ഇത്തരത്തിൽ അതായത് തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വൈഭവ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി സ്വാതി ആരോപിക്കുന്നുണ്ട്. രാഷ്ട്രീയവൽക്കരിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല, പക്ഷേ നടപടി ഉണ്ടാകണമെന്നുള്ള കാര്യം തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്.